ചേച്ചി കുറച്ച് നേരം സംസാരിക്കുന്നുള്ളൂ. എന്താ കാര്യം ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ. ഒഴുകിയെത്തിയെന്ന് പറഞ്ഞല്ലോ, ജനങ്ങൾ ഒഴുകിയെത്തിയത് CPM-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ. അത് ഈ പിണറായി സർക്കാരിന്റെ ആൾക്കാരെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളൊക്കെ പാവങ്ങളെ ഞെരുക്കി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയതാ. കൊണ്ടുവന്നതാ. തീർച്ചയായിട്ടും. തൊഴിലുറപ്പുകാര് 20 രൂപ, കുടുംബശ്രീക്കാര് 10 രൂപ. അവരൊക്കെ പൊതി കൊണ്ട് പേടിച്ചു വന്നതാണ്. അവര് പെൺകുട്ടികളും അമ്മമാരും ഉള്ളവർ പേടിച്ചിറങ്ങി ഇവരുടെ ആനുകൂല്യങ്ങളെല്ലാം മേടിക്കുന്നല്ലോ. ഭീഷണിപ്പെടുത്തിയതിനകത്ത് അയൽക്കൂട്ടത്തിനകത്ത് ഞങ്ങളെ എല്ലാം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കൗൺസിലർമാരും എല്ലാം പറഞ്ഞു ഇന്ന് വന്നേ പറ്റും. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ കൗൺസിലർ ആരും ആരാ അതിന് പറയാൻ? ഞങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ കൗൺസിലർ BJP-യുടെ ഒരു പ്രതിനിധിയാണ്. ഏത് കൗൺസിലറാണ്? മാഡം ഒരു നിമിഷം. ഒരു നിമിഷം സർ. ഏത് കൗൺസിലറാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? ഏത് CDSലെ ഏത് കൗൺസിലർ? എന്റെ അയൽക്കൂട്ടത്തിൽ, എന്റെ ഹൈസ്കൂൾ വാർഡ് അയൽക്കൂട്ടത്തിൽ പറഞ്ഞു. ഹൈസ്കൂൾ വാർഡിലുള്ള CDSലെ മേട്ടൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഏത് CDS? എല്ലാ ബ്രാഞ്ചിലും വന്നോ? എല്ലാ ബ്രാഞ്ചിലും ശബ്ദരേഖയുണ്ടോ? എല്ലാ ഭാഗത്തുണ്ട്. ഒപ്പിടണമെങ്കിൽ നിങ്ങൾ മസ്ട്രോളിൽ ഒപ്പിടണമെങ്കിൽ കൃത്യമായിട്ട് ഇത് വന്നേ പറ്റുമെന്ന് പറഞ്ഞു എല്ലാരും. അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷനും പറഞ്ഞത് എല്ലാ പഞ്ചായത്തും പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മേടിച്ചിട്ട് എന്തിനാ? അതായിക്കോട്ടെ. അല്ല, ആരാണ് ഭീഷണിപ്പെടുത്തിയത്? ഈ പറഞ്ഞ ആളിന്റെ പേര് ഞങ്ങൾ ജീവിക്കണ്ടായോ? ഇവരെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ ജീവിക്കണ്ടായോ? അവർ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾക്ക് ഭീഷണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പേര് പറയാത്തതും ഞങ്ങൾക്ക് ഇതുപോലുള്ള ആൾക്കാരെ ഒഴുകി എത്തുന്നതും ഇവരെ കൊണ്ട്. ശരി. അവരുടെ ഒരു ആരോപണം ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അവരുടെ ആരോപണം. നഗരസഭയിൽ 35 വാർഡുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് പുനലൂരിൽ ഒഴുകിയെത്തത്. വികസന നഗരനായിട്ടുള്ള കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതിനും ഈ മലയോര ഗ്രാമത്തിൽ ഈ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റും ചെയ്തിട്ടുള്ള വികസന വിപ്ലവം നേരിട്ട് കാണുന്നതിനും അതിന് നേതൃത്വം കൊടുത്ത ആരാധനായ ഞങ്ങളുടെ ചങ്കിലെ കരളാണ് സഖാവ് പിണറായി കാണുവാനാണ്. എന്റെ നാട് പുനലൂരാണ് സാർ. എന്റെ നാട് പുനലൂരാണ്. നൂറ്റാണ്ടുകളായി തലമുറയായി ഞങ്ങളുടെ നാട്ടിൽ പട്ടയമില്ലായിരുന്നു. പുനലൂർ പേപ്പർവിൻ മേഖലയിൽ അധിവസിക്കുന്ന വ്യക്തിയാണ് സാറിന്. നാല് തലമുറയായി എനിക്ക് പട്ടയമില്ലായിരുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായി പട്ടയം കിട്ടുന്നത്. ഈ പുനലൂർ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് MLA ആയത് ഏത് പാർട്ടിയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. ഒരിക്കലുമല്ല. നിയമ തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഒരിക്കലുമല്ല. കോടതിയിൽ ബോംബെ വ്യവഹാരങ്ങളിൽ പേപ്പർ മില്ലിന്റെ അവസ്ഥ എന്താ? സ്വകാര്യ മാനേജ്മെന്റിന് കൊടുത്തിരിക്കുകയാണ്. ആ വസ്തു ലാൻഡ് ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് എത്ര സെന്റ് വസ്തുവാണ് ഉള്ളത് അവർക്കെല്ലാം സീലിംഗ് ഇല്ലാതെ ഈ ഗവൺമെന്റ് നേതൃത്വത്തിൽ പട്ടയം കൊടുത്തു. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയെ കാണാൻ 10,000-കണക്കിന് ആളുകളാണ് വന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും പറഞ്ഞുവല്ലോ, എവിടെ നിന്നാണ് ഇവരെ ആരെയും ഇന്ന് കണ്ടില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലും ഇന്ന് 12 മണിക്ക് ശേഷം പുനലൂർ പട്ടണത്തിലില്ലായിരുന്നു.